ഇവിടെ തേങ്ങയിടാൻ ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അറബി നേരിട്ട് വിളിച്ചതാ എന്നെ. ഇത്രയും വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിട്ട് തേങ്ങയിടാൻ ആലപ്പുഴയിൽ നിന്ന് ഞാൻ തന്നെ വരേണ്ടി വന്നില്ലേ? ഗൈസ്, ഞാൻ തെങ്ങി കയറുമ്പോഴൊക്കെ അക്കരെ കടവിൽ നിറയെ പെണ്ണുങ്ങൾ കുളിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ വിചാരിച്ച് ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയാലോ, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മേ, ഞാൻ ഡിപ്രഷനിലോട്ട് പോവുക. അച്ഛനോട് ചോദിച്ചിട്ട് പൊക്കോ. പിന്നെ 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ വേണം. ബൈക്കിൽ പെട്രോൾ ഉണ്ടോ എന്നറിയാനായി തീപ്പെട്ടി കത്തിച്ചു നോക്കിയ റൈഡർ അക്ഷയ് യാത്രയായി. ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളെ നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഇരുട്ടത് കണ്ണു കാണില്ല എന്ന് പറഞ്ഞ സൈക്കോ സിനാനെ സസ്പെൻഡ് ചെയ്തു. ചുണ്ടിന്റെ നിറം പോരാ എന്ന് പറഞ്ഞു ചുണ്ടത്ത് കടന്നലിനെ കൊണ്ട് കുതിച്ച അപർണ നാളെ ആശുപത്രി വിട്ടേക്കും. നമസ്കാരം. മഴയത്ത് മേക്കപ്പ് ഒലിച്ചുപോയ പെൺകുട്ടിയെ അന്യഗ്രഹ ജീവിയാണെന്ന് കരുതി നാട്ടുകാർ കെട്ടിയിട്ട് പോലീസിലേൽപ്പിച്ചു. മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്ന ഫേക്ക് ന്യൂസ് കേട്ട് മുങ്ങി മരിക്കേണ്ടെന്ന് കരുതി തൂങ്ങി മരിച്ച് യുവാവ്. നമസ്കാരം. ഏറ്റവും കൂടുതൽ തവണ നാട്ടിൽ വന്ന് പെണ്ണ് കണ്ട് തിരിച്ചുപോയ റെക്കോർഡിട്ട യുവാവ് മാതൃകയായി എയർപോർട്ടിൽ പ്രത്യേക സ്വീകരണം ഏർപ്പെടുത്തി. മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കളിച്ച കണ്ണൂരിലെ കുമാറിനെ കെട്ടിയോൾ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. കൂടാതെ കുമാറിന്റെ മൊബൈൽ ഫോണും എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. പെണ്ണ് കാണാൻ പോയ വീട്ടിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ കണ്ട് അച്ഛൻ പട്ടാളത്തിലാണല്ലേ എന്ന് ചോദിച്ച വരുൺ ഹ്യൂമാനിറ്റീസിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു. ബസ്സിൽ പോകുന്ന വഴി കൈയും തലയും പുറത്തിടരുതെന്ന് എഴുതിയത് കണ്ട് കാല് പുറത്തിട്ട് 10ാം ക്ലാസ് വിദ്യാർത്ഥി. പാലക്കാട് ബിരിയാണിയിൽ മുട്ട ചോദിച്ചപ്പോൾ തന്റെ സ്വന്തം മുട്ട അരിഞ്ഞുകൊടുത്ത സുഫിയാൻ അതിബുദ്ധി. ഇപ്പോൾ കിട്ടിയ വാർത്ത, രോഗിയുടെ മുറിവിൽ സ്റ്റിച്ച് ഇടുന്നതിന് പകരം ഫെവിക്യൂക്ക് പുരട്ടിയ നേഴ്സിന് സസ്പെൻഷൻ. അരണ കടിച്ചാൽ അപ്പോൾ മരണമെന്ന പഴഞ്ചൊല്ല് സത്യമാണോ എന്നറിയാൻ അരണയുടെ അണ്ണാക്കിൽ കൈയിട്ട് കടി വാങ്ങിയ അഖിൽ വെപ്രാളത്തിന് ദാരുണാന്ത്യം. സ്ഥിരമായി സെന്റി ഡയലോഗ് അടിച്ച് കടം വാങ്ങുകയും വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാതിരിക്കാൻ മിടുക്കനുമായ സുഹൃത്തിനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. അവനോട് ഞാൻ പറഞ്ഞതാ, ഒരു 50,000 കൂടി തന്നാൽ ഞാൻ വാങ്ങിയ 20,000 തിരിച്ചു കൊടുക്കാന്ന്. അവനത് ഇഷ്ടപ്പെട്ടില്ല, അതാ കാരണം. ഇതുപോലെയുള്ള ഉടായ്പ ഫ്രണ്ട്സ് നിങ്ങൾക്കും ഉണ്ടോ? എന്നാ നിങ്ങൾ ഒരു കാലത്തും ഗതി പിടിക്കില്ല. നിങ്ങളുടെ കറവക്കാരനായ ഫ്രണ്ടിനും ഇത് അയച്ചു കൊടുക്കും. പ്രൊഫൈൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നന്ദി. ഒരു പഴംപൊരിയും 2 ഉണ്ടൻ പൊരിയും ചോദിച്ചതിന് മുണ്ട് പൊക്കി കാണിച്ച ചായക്കാരൻ ധാമു അറസ്റ്റിൽ. കറുപ്പും വെളുപ്പും നിറമുള്ള വസ്തുക്കളുടെ പേരെഴുതാൻ പറഞ്ഞപ്പോൾ പല്ലിതീട്ടം എന്നെഴുതിയ അഖിൽ ഹ്യൂമാനിറ്റീസിന്റെ തല വിദഗ്ധ പരിശോധനയ്ക്കായി ഉപ്പിലിട്ട് വെച്ചു. ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഫാമിലിയെ അവരോട് ഇറങ്ങാൻ നേരം നാളെ പോയാൽ പോരെ എന്ന് ഭംഗിവാക്ക് ചോദിച്ച എക്സ്ട്രോവേർട്ട് നിരഞ്ജനെ TTR നോട്ട് ചെയ്തു. തങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് പറയാമോ? ഒരു പേർഷ്യൻ കാറ്റിനെ കിട്ടിയപ്പോ എന്റെ മുതലാളി എന്നെ പുറത്താക്കി. പ്രണയത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഞങ്ങളുടെ കാലത്ത് 3 വരി കത്തെഴുതാൻ 8 തവണ ആലോചിക്കണം. ഇപ്പോഴാണെങ്കിൽ 4 സ്മൈലി 2 പൂക്കി. ഇവിടെ ഒരു ലോഡ് ഈന്തപഴമുണ്ട്, അതിനുള്ളിൽ മൊത്തം കുരു നിറയ്ക്കണം. നല്ല ശമ്പളം തരാം. ജോലി ഇല്ലാതെ വീട്ടുകാരെ മുടിപ്പിച്ച് വായി നോക്കി നടക്കുന്ന നിങ്ങളുടെ വെടലച്ചങ്ങിനെ മെൻഷൻ ചെയ്തു. ഇവിടുത്തെ വടയുടെ തുളയെല്ലാം ചെറുതാണ്. വലിയ തുള ഉണ്ടാക്കാൻ കഴിവുള്ള നിങ്ങളുടെ അടുത്ത കൂട്ടുകാരനെ മെൻഷൻ ചെയ്യൂ. മക്കളെ ഓടിക്കോ. എങ്ങോട്ടാ മാമേ? അറിയില്ല മക്കളെ, എല്ലാവരും ഓടുന്നുണ്ട്, വേഗം വന്നോ.